Hi friends, welcome to I Choose Kitchen. ഇന്ന് ഞാൻ ഒരു അറേബ്യൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇറാനി പോളയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇറാനി പോള ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ, മൈദ, പാല്, സവാള, ക്യാപ്സിക്കം, മല്ലിയില, സൺഫ്ലവർ ഓയിൽ, മുട്ട, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ബട്ടർ. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ 200 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചിക്കൻ്റെ പീസസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ പീസസായി കട്ട് ചെയ്ത കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ ഫ്രൈ ആയിട്ട് കിട്ടും. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലിൽ തന്നെ നമുക്ക് മസാല തയ്യാറാക്കാം. ഓയിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് എടുത്ത് മാറ്റണം. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ മതിയാവും നമുക്കിനി. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. മീഡിയം സൈസ് വലിപ്പമുള്ള 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും 1 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റോളം നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതും ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ ഒരു പച്ചമണം മാറണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ബാറ്റർ തയ്യാറാക്കുമ്പോഴും അതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കും. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം.
ചിക്കൻ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കണം. കൈകൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്താൽ മതി. ഇനി ഈ ചിക്കൻ മസാലയിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റോളം നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ മസാല ഒക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 കപ്പ് പാലും ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് മൈദക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് തരം വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കും അല്ല, ഒരുപാട് വെള്ളം പോലെ അല്ല. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡിയായി. ഇനി നമുക്ക് ഇറാനി പോള തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആയാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ പാത്രത്തിൻ്റെ അടിഭാഗത്തൊക്കെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഡയറക്റ്റ് ആയിട്ട് ഫ്ലെയിമിൽ വെക്കരുത് സോസ് പാന്. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മീതെ ഈ സോസ് പാൻ വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിയിൽ നിന്ന് പകുതി ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. പകുതി മിക്സ് ഇപ്പോൾ വെച്ച് കൊടുത്താൽ മതി. ബാക്കി പകുതി കുറച്ചും കൂടി ബാറ്ററി വെച്ചിട്ട് ഏറ്റവും മുകളിലാണ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് അരികത്തായിട്ട് വെച്ച് കൊടുക്കണ്ട. 1/2 ഇഞ്ച് വിട്ടിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ്റെ മിക്സ് കവർ ചെയ്യണ തരത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറക്കാം. എന്നിട്ട് ബാക്കിയുള്ള ചിക്കൻ്റെ മിക്സും കൂടി ഇതിൽ വെച്ച് കൊടുക്കാം. ഇതും ഒരുപാട് അരികത്തായിട്ട് വെച്ച് കൊടുക്കണ്ട. 1/2 ഇഞ്ച് വിട്ടിട്ട് തന്നെ വെച്ച് കൊടുത്താൽ മതി. ബാക്കിയുള്ളത് മുഴുവനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ ക്യാപ്സിക്കം അരിഞ്ഞിട്ട് വെച്ച് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു ഭംഗിക്ക് വെച്ച് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 25 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇതിൻ്റെ അരികിലൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഫ്രൈ പാനിലേക്ക് തിരിച്ചിടാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി വേവിച്ചെടുക്കാം തിരിച്ചിട്ടിട്ട്. ഇതിൻ്റെ അടിഭാഗം കരിയാതെ നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇറാനി പോള റെഡി ആയിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അത് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.